ആധുനിക ലോകം കൂടുതൽ മികച്ച വ്യോമ പ്രതിരോധ സാങ്കേതിക വിദ്യയിലേക്ക് അതിവേഗം കുതിച്ചു കയറുകയാണ്. ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യങ്ങൾ വികസിപ്പിച്ചെടുത്ത മിസൈലുകളും വലിയ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. ഒരു രാജ്യത്തിന്റെ മിസൈൽ സാങ്കേതിക വിദ്യ ആ രാജ്യത്തിന്റെ സൈനിക ശക്തിയുടെ പ്രധാന സൂചകമായിട്ടാണ് ഇപ്പോൾ ലോകം കാണുന്നത്. നമ്മുടെ രാജ്യം അടുത്തിടെ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാനിൽ വിവിധ ആക്രമണങ്ങൾ നടത്തി. ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈലിലൂടെ 100-ലധികം ഭീകരരെ വധിക്കുകയും ചെയ്തു. ചൈന നൽകിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ നമ്മൾ പരാജയപ്പെടുത്തി. അതോടെ പാകിസ്ഥാനെയും ചൈനയെയും അപേക്ഷിച്ച് തങ്ങളുടെ വ്യോമ മേധാവിത്വം ഇന്ത്യ തെളിയിക്കുകയും ചെയ്തു. എന്നാൽ ലോകത്ത് ബ്രഹ്മോസിനേക്കാൾ വേഗതയേറിയതും മാരകവുമായ മിസൈലുകൾ വേറെയുമുണ്ട്. ആ കൂട്ടത്തിൽ ലോകത്തിലെ വേഗതയേറിയ മിസൈലുകളിൽ ഒന്നാണ് റഷ്യ വികസിപ്പിച്ചെടുത്ത അവാൻഗാർഡ് ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ. റോയിട്ടേഴ്സിന്റെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് 2018 മാർച്ച് 1 റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അവതരിപ്പിച്ച 6 പുതിയ റഷ്യൻ ആയുധങ്ങളിൽ ഒന്നാണ് ഈ അവാൻഗാർഡ്. US വികസനത്തോടുള്ള പ്രതികരണമാണിതെന്നുമാണ് അന്ന് പുടിൻ അഭിപ്രായപ്പെട്ടത്. സാധാരണ ബാലിസ്റ്റിക് മിസൈൽ വാർഹെഡുകളിൽ നിന്ന് ഹൈപ്പർസോണിക് ഗ്ലൈഡഡ് വെഹിക്കിളുകൾ വ്യത്യസ്തമാകുന്നത് താഴ്ന്ന ഉയരങ്ങളിൽ കൈകാര്യം ചെയ്യാനും പ്രവർത്തിക്കാനുമുള്ള അതിന്റെ കഴിവ് കൊണ്ടാണ്. അവാൻഗാർഡ് റോക്കറ്റിൽ നിന്ന് വേർപെടുകയും ശബ്ദത്തിന്റെ 27 മടങ്ങ് ഹൈപ്പർസോണിക് വേഗതയിൽ റോക്കറ്റിന്റെ പാതയ്ക്ക് പുറത്ത് സഞ്ചരിക്കാൻ കഴിയുമെന്നും റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞിരുന്നു. റഷ്യൻ മിസൈലുകളിൽ ഏറ്റവും കരുത്തുറ്റതും ലോകത്തിലെ ഏറ്റവും നശീകരണ ശേഷിയുള്ള ഭൂഖണ്ഡാന്തര മിസൈൽ എന്ന് കരുതപ്പെടുന്നതുമായ മിസൈലാണ് സാർമാറ്റ് എന്നത്. രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ മേഖലയിൽ നിന്ന് ഈ മിസൈൽ വിജയകരമായി റഷ്യ നേരത്തെ പരീക്ഷണം നടത്തിയിട്ടുമുണ്ട്. 18,000 കിലോമീറ്റർ ആക്രമണ റേഞ്ചുള്ള സാർമാറ്റ് മിസൈലിന് 10 ആണവ പോർമുനകൾ വഹിക്കാൻ സാധിക്കും. 10 ടണ്ണോളമാണ് ഇതിന്റെ മൊത്തം വാഹക ശേഷി. ആണവായുധങ്ങൾ കൂടാതെ റഷ്യയുടെ കയ്യിലെ അതിവിനാശ ബോംബുകളായ തെർമോബാറിക് ബോംബുകൾ, രാസായുധങ്ങൾ തുടങ്ങിയവയും വഹിക്കാൻ ഈ സാർമാറ്റിന് കഴിയും. സാത്താൻ 2 എന്ന വിളിപ്പേരിലാണ് ഈ മിസൈൽ അറിയപ്പെടുന്നത്. ഈ മിസൈലിന് മുൻപുണ്ടായിരുന്ന R-36 വോഡോവോ ക്ലാസ്സിലുള്ള മിസൈലുകളെയാണ് സാത്താൻ എന്ന് പാശ്ചാത്യ ലോകം വിളിച്ചിരുന്നത്. അമേരിക്കയുടെ വിഖ്യാതമായ മിസൈൽ LGM-30 മിനിറ്റ്മാനെ എല്ലാ രീതിയിലും നിഷ്പ്രഭമാക്കുന്ന മിസൈലാണ് സാർമാറ്റ് എന്നും യുദ്ധ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. റഷ്യയിൽ ഒരു കാലത്ത് പ്രബലരായി മാറിയ സാർമേഷ്യൻ ഗോത്രത്തിൽ നിന്നാണ് സാർമാറ്റ് എന്ന പേര് ഈ മിസൈലിന് ലഭിച്ചത്. തെക്കൻ റഷ്യ, ഉക്രൈൻ, കസാക്കിസ്ഥാൻ എന്നിവിടങ്ങളിലെ പുൽമേടുകളിൽ നാടോടികളായി ജീവിച്ചിരുന്ന സായുധ ഗോത്രമായിരുന്നു സാർമേഷ്യന്മാർ. കുതിരകളെ ഉപയോഗിക്കുന്നതിലും മിന്നൽ വേഗത്തിൽ ആഞ്ഞടിച്ച് ശത്രുക്കളെ തകർക്കുന്നതിലും ഇവർ വളരെ ശക്തരായിരുന്നു. ആ പേരാണ് തങ്ങളുടെ മാരകമായ ഈ മിസൈലിന് റഷ്യ നൽകിയത്. മിസൈൽ മാത്രമല്ല, മിസൈൽ പ്രതിരോധിക്കുന്നതിലും റഷ്യൻ ആയുധങ്ങളാണ് മുന്നിൽ നിൽക്കുന്നത്. ഇന്ത്യ ഉപയോഗിക്കുന്ന S-400 വെല്ലാൻ മറ്റൊരു ആയുധം ഇന്നില്ല. അത് കൂടാതെ റഷ്യ തങ്ങളുടെ S-500 മിസൈൽ പ്രതിരോധ സംവിധാനം അണിയറയിൽ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. റഷ്യ സന്ദർശിക്കുന്ന അജിത് ഡോവൽ ഈ സംവിധാനങ്ങൾ ഇന്ത്യയിലേക്ക് ഉടനെ എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നാണ് റിപ്പോർട്ടുകൾ.